महाराज पैसा दे दो पैसा मणि पैसा दे दो अरे मणि ആ ഫ്രീ ടൂർ പോകാൻ വേണ്ടി വന്നേക്കാൻ ടൂർ ഈ അമ്പിളിയും വന്നു. ഉമ്മ നാളെ ഉച്ചക്കത്തേക്ക് ചോറിന് വേണ്ടിയുള്ള ഇല വാട്ടി വെച്ചേക്കുന്നു. നാളെ ഇനി സ്പെഷ്യൽ ഊണായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോണത്. എൻ്റെ വാപ്പാക്ക് വന്നിട്ട് നാളെ പോണ കേസ് കൊടുത്തിട്ട് വാപ്പ ടെൻഷനെ കൊണ്ട് നേരാ ഫോണിൽ സിനിമ വേണ്ട. ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ടൂർ സക്സസ് ആയി. ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. തുടങ്ങുന്ന സന്തോഷം എല്ലാവരുടെ മുമ്പിലുണ്ടെങ്കിലും അതെങ്ങനെയാവുമെന്ന് ആർക്കറിയാൻ പാടില്ല കേട്ടോ. നേരെ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് റിയയുടെ ഡാൻസ് ആയിരുന്നു. റിയ എന്നെ തുടക്കം കുറിച്ചു ബസ്സിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ അന്ന് റിയയുടെ പല രീതിക്കുള്ള പല മോഡൽ വെറൈറ്റി സ്റ്റെപ്പായിരുന്നു. എല്ലാവരും കണ്ടു നോക്കി. എൻ്റെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് റിയയുടെ ഡാൻസ് ഏകദേശം കയറിയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. കോതമംഗലം കഴിഞ്ഞ ശേഷം നേരെ ലെഫ്റ്റിലിട്ടൊരു പമ്പ് ഉണ്ടായിരുന്നു. പമ്പിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ നോക്കിയപ്പോൾ സെയിം ആയിട്ട് എല്ലാവരും മുന്നേക്കുന്നത് ഒരൊറ്റ ഫുഡ് മാത്രമേ ഉള്ളൂ. പത്തിരിയും ചിക്കൻ കറിയും ബീഫ് കറിയും മാത്രമേ ഉള്ളൂ. അത് എല്ലാവരും ഉണ്ട്. വെച്ചാൽ ഇപ്പോൾ പല ടീമായിട്ട് നിരന്നിരിക്കുകയാണ്. പറഞ്ഞ പമ്പിൻ്റെ ഫ്രണ്ടിലും പമ്പിൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞ അരി എല്ലാവരും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഷായിബാണ്. ഷായിബ് ഇപ്പോഴും ആ ഫ്രീക്കിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും കണ്ണട വെച്ചിട്ടിരിക്കുക. എന്ത് മൂടാന്ന് അറിയാമോ. ഇങ്കിരിക്കാക്ക എന്നുണ്ടെങ്കിൽ ഭയങ്കര പോസായിരുന്നു എൻ്റെ ഫോൺ കണ്ടപ്പോഴത്തേക്കും. ഇത് സർക്കാക്കയുടെ രണ്ടാമത്തെ പേര് ഈസാന്നാണ്. ആളെ കാണാൻ ലുക്കിലാന്നുള്ളൂ. പക്ഷെ ഭയങ്കര ഉടായ്പാണ്. നേരെ അവിടെ നിന്ന് വിട്ട് നേരെ എത്തിപ്പെട്ടതില്ലേ. അമ്മ 6 മൈൽ എത്തിയേക്കാണ്. പക്ഷേ ബസ് എന്താ ഇത് ബസ് കയറാത്തതുകൊണ്ട് ഇത് ബസ് പോകൂല. അതാണ് നമുക്ക് പോകേണ്ട വഴി. അതിനകത്ത് ബസ് പോകാത്തതുകൊണ്ട് ബസ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇട്ടേക്കാണ്. വേണ്ട ബസ് അവിടെ ഇട്ടേക്കാണ്. ഇപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ഇറക്കണം. നിലവിൽ കുറച്ച് പേര് ഇപ്പുറം ഇരിപ്പുണ്ട്. ചായ കുടിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ നിലവിൽ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ജീപ്പ് വരും. ആ ജീപ്പിലേക്ക് പോണത്. ഓക്കെ.